അഡോൾഫ് ഹിറ്റ്ലർ, ഡൊണാൾഡ് ട്രംപ്, നരേന്ദ്രമോദി പല തരത്തിൽ പല കാലഘട്ടങ്ങളിലും പല ദേശങ്ങളിലും ആയിട്ടുള്ള നേതാക്കൾ. പക്ഷേ ഒരൊറ്റ പ്ലേ ബുക്കാണ് ഇവരൊക്കെ പവറിലോട്ട് എത്തിച്ചത്. ഇന്ന് ഈ പ്ലേ ബുക്കിന് പുതിയൊരു രൂപമുണ്ട്: അൽഗോരിതം, ഡേറ്റ ആൻഡ് മീഡിയ. Having outside parties interfere in our election is just a horrible thing. ഇന്ന് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ മെക്കാനിസത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോലും അറിയാതെ. യെസ്, we have been controlled in a very bad way. They are completely clueless. സത്യത മിഥ്യത തിരിച്ചറിയാത്ത രീതിയിൽ. ആൻഡ് ഇത് നമ്മളെ വലിയൊരു ഡേഞ്ചറിലോട്ടാണ് കൊണ്ടുപോകുന്നത്. They have more information about us than has ever been imagined in human history. हम लोग डिजिटली इसको करते हैं और डिजिटली एनालाइज निकालते हैं. നമുക്ക് 1933 പോവാം. ജർമ്മനി. ഫോണോ ഇന്റർനെറ്റോ ഒന്നുമില്ലാത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജീവിതം. അന്ന് നാസി പാർട്ടി പവറിൽ വന്നു. അഡോൾഫ് ഹിറ്റ്ലർ ചാൻസലറായി. ഒരു എൻറ്റയർ കൺട്രി അവരുടെ കയ്യിൽ. അന്ന് ജർമ്മനിയിൽ 65 മില്യൺ ആളുകൾ ഉണ്ടായിരുന്നു. ഡിഫറെന്റ് സിറ്റീസ്, വില്ലേജസ്, റിലീജിയൻ. എല്ലാവരുടെ ബ്രെയിനിലും സെയിം നെറേറ്റീവ് ഫീഡ് ചെയ്യണം. എല്ലാവരും സെയിം എനിമിയെ പേടിക്കണം, സെയിം ലീഡറെ വിശ്വസിക്കണം. സോ അന്നത്തെ നാസിയുടെ പ്രൊപ്പഗൻഡ മിനിസ്റ്റർ ആയിരുന്ന ജോസഫ് ഗീബൽസ് ഒരു ഡിസിഷൻ എടുത്തു. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1939 ആകുമ്പോഴേക്കും 70% ആളുകളുടെ വീട്ടിലും ആ റേഡിയോ ഉണ്ടായിരുന്നു. ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോ ഡെലിബറേറ്റ്ലി ലിമിറ്റഡ് റേഞ്ച് ആയിരുന്നു. ഫോറിൻ സ്റ്റേഷൻസ് കേൾക്കാൻ പറ്റില്ല, BBC ട്യൂൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ഗവൺമെന്റിന്റെ ബ്രോഡ്കാസ്റ്റ് മാത്രം. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ അൽഗോരിതമിക്കലി കൺട്രോൾഡ് ഇൻഫർമേഷൻ ഫീഡ്. ഗീബൽസ് തന്റെ സ്പീച്ചിൽ പറയുന്നുണ്ട്, റേഡിയോ ഈസ് ദ 8th ഗ്രേറ്റ് പവർ. നാസയുടെ പ്ലേ ബുക്കിൽ 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. 100 വർഷങ്ങൾക്ക് ഇപ്പുറവും ഇപ്പോഴും നമ്മുടെ ലീഡേഴ്സ് അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, എനിമി ക്രിയേഷൻ. ഒരു നേഷനെ യുണൈറ്റ് ചെയ്ത് നിർത്താൻ കോമൺ ആയിട്ടൊരു എനിമി ഉണ്ടായിരിക്കണം. നമ്മളുണ്ടെങ്കിൽ അവരില്ല എന്നുള്ളൊരു പേടി ഉണ്ടാക്കണം. ജ്യൂസ് ആയിരുന്നു ആ എനിമി ഫോർ ഇയേഴ്സ്. 2, റിപ്പീറ്റേഷൻ എബോ എവറിത്തിങ്. ഒരു സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന സമയത്ത് അത് ശരിയോ തെറ്റോ ആവട്ടെ, പിന്നീട് അത് കേൾക്കുമ്പോൾ ആ ഫെമിലിയാരിറ്റി കൊണ്ട് അത് ശരിയാണെന്ന് നമുക്ക് തോന്നും. ഗീബൽസ് പറയുന്നുണ്ട്, പ്രൊപ്പഗൻഡ എന്നുള്ളത് ഒരു പബ്ലിക്കിലെ അവസാനത്തെ ആള് ആ സ്റ്റേറ്റ്മെന്റ് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. 3ാമത്തത്, സിനിമ ആസ് എ വെപ്പൺ. നിങ്ങളൊരു സിനിമ കാണുന്ന സമയത്ത് നിങ്ങളുടെ റാഷണൽ ഡിഫൻസ് ലോവർ ആയിരിക്കും. നിങ്ങൾ എന്റർടൈൻമെന്റ് ആണ് എക്സ്പെക്ട് ചെയ്ത് വരുന്നത്. സോ ആ എക്സാക്ട് മൊമെന്റിൽ ഒരു നെറേറ്റീവ് ഇൻജെക്ട് ചെയ്യുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1934 ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരം ഒരു ഡോക്യുമെന്ററി പുറത്തിറങ്ങി, ട്രയംഫ് ഓഫ് ദ വിൽ. ഇത് ഡോക്യുമെന്ററി ആണെന്ന് ക്ലെയിം ചെയ്തിരുന്നെങ്കിലും എല്ലാ ഷോട്ട്സും സ്റ്റേജ്ഡ് ആയിരുന്നു. ഹിറ്റ്ലറെ ഒരു ഹീറോ ആയിട്ട് ചിത്രീകരിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഈ ടെക്നിക്സ് ഉപയോഗിച്ച് ഒരു എൻറ്റയർ നേഷനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തത്. അന്നുള്ളവർക്ക് ഹിറ്റ്ലർ ഒരു ദൈവമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്ത് കാണുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൈക്സ്, ഷെയർ, പർച്ചേസ്, ഇതെല്ലാം ഒരു ഡേറ്റ ആയിട്ട് റെക്കോർഡറാണ്. യെസ്, data. The data of You need a lot of data. Is Amrish Tyagi saying that he worked for the BJP in 2012? He's done work for the Congress in Jharkhand. വെറും നിങ്ങളുടെ ഫേസ്ബുക്ക് ലൈക്ക് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇന്റലിജൻസ്, നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂ, നിങ്ങളുടെ റിലീജിയൻ, നിങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ലോകത്ത് മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ടൂളാണ് ഡേറ്റ. ഫോർ എക്സാമ്പിൾ, 2016 അമേരിക്കൻ ഇലക്ഷൻ. ഡൊണാൾഡ് ട്രംപ് ഒരു സീരിയസ് കാൻഡിഡേറ്റ് അല്ലായിരുന്നു. മീഡിയാസും എക്സ്പേർട്സും ഒക്കെ അദ്ദേഹം ജയിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ ട്രംപ് ഇലക്ഷൻ ജയിച്ചു. എങ്ങനെ? Have you met Mr. Trump? Many times. 50 million profiles to Cambridge Analytica. The scale of disinformation during the election. We did all the research, all the data, all the analytics, all the targeting. കേംബ്രിഡ്ജ് അനലിറ്റിക്ക ഒരു ഡേറ്റ കമ്പനി ഫേസ്ബുക്കിൽ 8.5 കോടിയിലധികം ആളുകളുടെ ഡേറ്റ അവരുടെ കൺസെന്റ് ഇല്ലാതെ എടുത്തു, ഇല്ലീഗലി. ഓരോരുത്തരുടെയും ലൈക്ക്, ഷെയർ, ക്ലിക്ക് ഇതൊക്കെ അനലൈസ് ചെയ്തു. പിന്നെ അവരുടെ സൈക്കോളജിക്കൽ വീക്ക്നെസ് മനസ്സിലാക്കി സ്പെസിഫിക് ആഡ്സും ഓപ്പോസിറ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻസും ഇതൊക്കെ ഫീഡ് ചെയ്തിട്ട് വലിയൊരു മാനിപ്പുലേഷൻ നടത്തി. And you have created this. Affected the thought processes of voters. നിങ്ങൾ ആലോചിക്കണം, അമേരിക്ക പോലത്തെ ഒരു ഡെവലപ്ഡ് നേഷനിലാണ് ഇത്ര വലിയൊരു സ്കാം നടന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ഇന്ത്യ? 20% ആളുകൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഈ രാജ്യത്ത് പലർക്കും അവർ കാണുന്നതാണ് സത്യം, അതാണ് അവരുടെ വിശ്വാസം. 2021 വെസ്റ്റ് ബംഗാൾ BJP ഒരു ഹിസ്റ്റോറിക് ക്യാമ്പയിൻ നടത്തി. നരേന്ദ്രമോദി പേഴ്സണലി 200-ലധികം റാലീസ് നടത്തി ബംഗാൾ എല്ലായിടത്തും. BJP 250 കോടിയിലധികം സ്പെൻഡ് ചെയ്തു. ഇന്ത്യയിലെ മേജർ മീഡിയാസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തു BJP ജയിക്കുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ 213 സീറ്റോടെ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു. മമതാ ബാനർജിയുടെ വിജയത്തിന് പിന്നിൽ ഒരു മെഷീനറി ഉണ്ട്, ഐപാക്.
ആ ടീമിന് പുറകിൽ ഒരാളുണ്ട്, പ്രശാന്ത് കിഷോർ. അന്ന് അദ്ദേഹം ഒരു MLA ഓ MP ഓ മിനിസ്റ്ററോ ഒന്നുമല്ല, ഒരു പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് ആണ്. അപ്പൊ എന്താണ് ഈ പൊളിറ്റിക്കൽ കൺസൾട്ടന്റ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു നേതാവ് ഓടിക്കേറി സ്റ്റേജിൽ വന്നിട്ട് സ്വന്തമായിട്ട് അങ്ങ് സംസാരിക്കാന്ന്? ഒരിക്കലുമല്ല. ഈ പൊളിറ്റീഷ്യൻസ് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എവിടെ ചിരിക്കണം, കരയണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ പൊളിറ്റിക്കൽ കൺസൾട്ടൻസ് ആണ്. പ്രശാന്ത് കിഷോർ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിനാരിയോ തന്നെ റീഡിഫൈൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അതിൽ എടുത്തു പറയേണ്ടത് 2014 നരേന്ദ്രമോദിയെ ഗുജറാത്ത് CM-ൽ നിന്ന് നാഷണൽ ഹീറോ ആയിട്ട് ചിത്രീകരിച്ച് ചരിത്ര വിജയം BJPക്ക് നേടിക്കൊടുത്തു. പക്ഷേ BJPക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. TMC, ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, അങ്ങനെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് വേണ്ടി 2014 തൊട്ട് 23 വരെ അദ്ദേഹം കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളുണ്ട്, ഇന്ന് കേരളത്തിലെ മീഡിയാസും രാഷ്ട്രീയ ചർച്ചകളിലും ഒക്കെ നമ്മൾ കേൾക്കുന്ന പേര്, സുനിൽ കനകൊല്ലു. 2023 കർണാടക ഇലക്ഷനിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധ നേടിയത്. അവിടുത്തെ ജാതി സമുദായങ്ങളുടെ ഇക്വേഷൻസ് മനസ്സിലാക്കി BJPനെ സപ്പോർട്ട് ചെയ്തിരുന്ന OBC കമ്മ്യൂണിറ്റികൾക്ക് BJPയിൽ ഉണ്ടായിരുന്ന വിശ്വാസം ഇല്ലാണ്ടാക്കുകയും അതുപോലെ അഹിന്ദ കമ്മ്യൂണിറ്റികളെയൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് കോൺഗ്രസിന് അവിടെ ഒരു വിജയം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പൊ 2026 കേരള നിയമസഭാ ഇലക്ഷനിൽ UDFന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആണ് സുനിൽ കനഗോളു. നമ്മൾ പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരു ടീം ഉണ്ട്, ഒരു മെക്കാനിസം ഉണ്ട് എന്നൊക്കെ. ബട്ട് ഹൗ ഡു ദേ വർക്ക്? കോടിക്കണക്കിന് ആളുകളുടെ അഭിപ്രായത്തെ സ്വാധീനിച്ച് എങ്ങനെയാണ് ഇലക്ഷനിൽ അവരൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്? ഇതൊരു സ്പെസിഫിക് സ്ട്രാറ്റജി അല്ല, മൾട്ടിപ്പിൾ ടെക്നിക്സ് ആണ്. ഇനി ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. നമ്മൾ പൊളിറ്റിക്സ് മാത്രം പറയുന്ന ഒരു ചാനലല്ല, അതുപോലെ ഏതെങ്കിലും സ്പെസിഫിക് പാർട്ടീനെ കരിവാരി തേക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ നമ്മൾ അറിയാത്ത എന്നാൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കണ്ടംപററി എക്സാമ്പിൾസ് യൂസ് ചെയ്യും. അത് ഓഡിയൻസിന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. BJP IT सेल. मैं पिछले 1.5 साल से इसमें काम कर रहा हूँ. IT सेल का मेंबर हूँ. लेकिन मुझे तो 1000 रुपए पर डे मिलते हैं. Track his behavior and tell him, no, what you think is wrong, this is what is right. നാഷണൽ ലെവൽ തൊട്ട് ബൂത്ത് ലെവൽ വരെ എല്ലാ മണ്ഡലത്തിലും ഡെഡിക്കേറ്റഡ് പീപ്പിൾ, 50 ലക്ഷത്തിലധികം വാട്സപ്പ് ഗ്രൂപ്പ്സ്. ഇവരുടെ ജോബ് വളരെ സിമ്പിൾ ആണ്. പബ്ലിക് നെറേറ്റീവ് കൺട്രോൾ ചെയ്യുക, ലീഡേഴ്സിനെ ഒരു ഹീറോ ആയിട്ട് ചിത്രീകരിച്ച് ന്യൂസുകൾക്കും ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ്സിനും ഒരു കൗണ്ടർ റെഡിയാക്കിയിട്ട് ആളുകളെ ഫീഡ് ചെയ്യുക. We will request all the IT cell team across the state. राष्ट्रवाद, हिंदुत्व, ये सब हमारे मेन एजेंडाज हैं. सोच सकते हो इंस्टाग्राम से भी ज़्यादा लोग इनकी फेक न्यूज़ वेबसाइट पे आते हैं रोज़ न्यूज़ देखने. പക്ഷെ ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടികളും, അതിപ്പോൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ, എല്ലാവരുടെ പിന്നിലും ഒരു IT സെൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രൊപ്പഗണ്ട സിനിമാസ്, ദുരന്തർ പോലുള്ള സിനിമ ഉപയോഗിച്ച് കഴിഞ്ഞ ഗവൺമെന്റ് യൂസ്ലെസ് ആണെന്നുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ ട്രൈ ചെയ്തു. അതുപോലെ കേരള സ്റ്റോറി എന്നുള്ള സിനിമയിലൂടെ ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി ടെററിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. മാത്രമല്ല മുസ്ലിംസിനെ ഒരു എനിമിയായി ചിത്രീകരിക്കുക, അതിനെതിരെ പറയുന്നവരുടെ വീഡിയോ റിമൂവ് ചെയ്യുക, അവർക്കെതിരെ പോലീസ് കേസ് എടുക്കുക, അങ്ങനെ. ഈ ടെക്നിക്സ് ഇന്നോ ഇന്നലെ യൂസ് ചെയ്ത് തുടങ്ങിയതല്ല, ഇതിനൊരു ഫൗണ്ടേഷൻ ഉണ്ട്. എഡ്വാർഡ് ബെർണേസ്, ലോകത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള PR കൺസൾട്ടന്റ്. 1928 അദ്ദേഹം പ്രൊപ്പഗണ്ട എന്ന പേരിലുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ഇതിൽ അദ്ദേഹം പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളുടെ ഒപ്പീനിയൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. ഇതൊരു സീക്രട്ട് ഡോക്യുമെന്റോ ലീക്ഡ് മെമ്മോയോ ഒന്നുമല്ല, ബെർണേസ് ഓപ്പൺലി പബ്ലിഷ് ചെയ്തൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു പ്രശ്നമല്ല, ദിസ് ഈസ് ദ വേ തിങ്സ് വർക്ക്. ഇതിന്റെ കൂടെ ഫ്രഞ്ച് ഫിലോസഫർ ജാക്കോ സെലൂല് പറഞ്ഞ ഒരു കാര്യം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. പ്രൊപ്പഗണ്ട എന്നുള്ളത് ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടുള്ള ഹിറ്റ്ലറും സ്റ്റാലിനെ പോലുള്ളവർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വെപ്പൺ അല്ല. അതായത് മോഡേൺ സൊസൈറ്റിയിൽ മാസ് മീഡിയ ഉള്ളിടത്ത്, പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഉള്ളിടത്ത് പ്രൊപ്പഗണ്ട ഒരു ചോയ്സ് അല്ല, അതൊരു നെസസിറ്റിയാണ്. പാർട്ടി ജയിക്കാൻ, ഗവൺമെന്റ് സർവൈവ് ചെയ്യാൻ, നെറേറ്റീവ്സ് കൺട്രോൾ ചെയ്യാൻ ഇന്ന് ഒരുവിധം എല്ലാ പാർട്ടികളും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പ്രൊപ്പഗണ്ട നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് അജിറ്റേഷൻ പ്രൊപ്പഗണ്ട. ഇത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് പേടി അല്ലെങ്കിൽ ദേഷ്യമൊക്കെ തോന്നും, അവർ നമ്മുടെ എനിമിയാണ്, ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. ഗുജറാത്ത് കലാപമൊക്കെ ഈ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. രണ്ടാമത്തത് ഇന്റഗ്രേഷൻ പ്രൊപ്പഗണ്ട. ഒരാളെ ഗ്രാജുവലി പതിയെ ഒരു പെർട്ടിക്കുലർ വേ ഓഫ് തിങ്കിങ്ങിലോട്ട് ഷേപ്പ് ചെയ്യുക. ഇത് അവരറിയുന്നില്ല, കാരണം അവർ വിചാരിക്കുന്നത് ഇത് അവരുടെ ഒപ്പീനിയൻ ആണെന്നാണ്. ആക്ച്വലി ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നാണ്. ഇന്നൊരുവിധ ആളുകളൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി ഒരു റിയാക്ഷൻ ഉണ്ടാവും, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഞാൻ ഇന്റലിജന്റ് ആണ്, ഇൻഫോംഡ് ആണെന്നൊക്കെ. പക്ഷേ ഈ റിയാക്ഷനും പ്രിസൈസ്ലി ആ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. കാരണം ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ അൺഇന്റലിജന്റ് ആയതുകൊണ്ടല്ല, മറിച്ച് ഇതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ആ സൈക്കോളജി ലീഡേഴ്സിനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഇന്ന് പലരും അവരുടെ പാർട്ടിയിൽ അന്ധമായി വിശ്വസിക്കുന്നത്. चलो एक अच्छे फ्यूचर के लिए हम दोनों कुछ नहीं कर सकते. कुछ नहीं कर सकते. अच्छा फ्यूचर नहीं देख पाएंगे. नहीं देख पाएंगे. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു
ഒരു സെറ്റ് ഓഫ് ആളുകൾ അദ്ദേഹത്തെ കാണുന്നത് ഈ കൺട്രിക്ക് കിട്ടിയ ഏറ്റവും നല്ല നേതാവായിട്ടാണ്, എന്നാൽ മറ്റു ചിലർ കാണുന്നത് ഈ കൺട്രിയിലെ ഏറ്റവും വലിയ ഡിക്റ്റേറ്റർ ആയിട്ടാണ്. രണ്ട് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് റിയാലിറ്റീസ്. ഇതെങ്ങനെ പോസിബിൾ ആവുന്നു? ഇത് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ഡിഫറൻസ് അല്ല. പൊളിറ്റിക്കൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ രണ്ട് തരത്തിൽ മനസ്സിലാക്കി ഡിഫറെന്റ് കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ രണ്ടാൾക്കാരും രണ്ട് ഡിഫറെന്റ് ഫാക്റ്റ് ആണ് കാണുന്നത്, രണ്ട് ഡിഫറെന്റ് ഇന്ത്യയാണ് കാണുന്നത്. ഇത് ആക്സിഡന്റൽ അല്ല, വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. 2004 അമേരിക്കയിൽ ഒരു സ്റ്റഡി നടന്നു. 30 കമ്മിറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ടേഴ്സിനെ എടുത്തിട്ട് അവരുടെ സ്വന്തം ലീഡറിന്റെ നെഗറ്റീവ് സൈഡ് കാണിച്ചു കൊടുത്തു. വെരിഫൈഡ് ആയിട്ടുള്ള ക്ലിയർ കോൺട്രഡിക്ഷൻസ്. ഇത് FMRI ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ബ്രെയിനിന്റെ ലോജിക്കൽ സൈഡ് ലിറ്ററലി സ്വിച്ച് ഓഫ് ആയി. പകരം ഇമോഷണൽ സൈഡ് ആക്ട് ചെയ്യാൻ തുടങ്ങി. ആ കോൺട്രഡിക്ഷനെ ഇമോഷണലി അവർ ഫൈറ്റ് ചെയ്തു, ജസ്റ്റിഫൈ ചെയ്തു. തന്റെ ലീഡർ ശരിയാണെന്നുള്ള ഒരു ബയസ്ഡ് കൺക്ലൂഷനിൽ എത്തിയപ്പോൾ അവർക്കൊരു ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടായി. അതായത് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷർ ഇല്ലേ, അതുപോലെ അവരുടെ ബ്രെയിൻ റിവാർഡിന് വേണ്ടിയിട്ട് ഫാക്ട്സ് ഡിസ്മിസ് ചെയ്തു. നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ലീഡറുടെ ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു സൈഡ് കാണുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുക? ഓപ്പോസിറ്റ് ഉള്ള ലീഡറെ വിമർശിക്കുന്നത് പോലെ നിങ്ങൾ വിമർശിക്കുമോ? സൈക്കോളജിസ്റ്റ് ഡാനിയൽ കാനിമൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിന് 2 സിസ്റ്റം ഉണ്ട്. ആദ്യത്തെ സിസ്റ്റം ഫാസ്റ്റ് ആണ്. നിങ്ങൾ ഇവിടെ ചിന്തിച്ചിട്ടല്ല കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ലോജിക്കിന് ഒരു റോളും ഇല്ല. നിങ്ങൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ റിയാക്ട് ചെയ്യില്ലേ, അതുപോലെ. രണ്ടാമത്തെ സിസ്റ്റം സ്ലോ ആണ്. ഇത് കാര്യങ്ങളെ അനലൈസ് ചെയ്ത് ഇത് ശരിയാണോ, ഇതിന് എവിഡൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ആലോചിക്കുന്നത് ഈ സിസ്റ്റമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ എടുക്കുന്ന പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് ആലോചിച്ച് സിസ്റ്റം 2 ഉപയോഗിച്ച് റാഷണലി എടുക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ വർക്ക് ചെയ്യുന്നത് സിസ്റ്റം 1 ആണ്. ആ എടുത്ത ഡിസിഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സിസ്റ്റം 2 നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ റാഷണൽ തോട്ടിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടുണ്ടായതാണ്. ഇതല്ലാതെ നമ്മുടെ ഉള്ളിലൊരു ബയസ് കൂടിയുണ്ട്, കൺഫർമേഷൻ ബയസ്. നമ്മൾ മുമ്പ് വിശ്വസിക്കുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ മാത്രമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, അല്ലാത്തതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും. സിംപ്ലി പറഞ്ഞാൽ നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നമ്മൾ കാണുള്ളൂ. ഇവിടെ അൽഗുരിതം കൂടെ വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഒരു പാർട്ടിയുടെ 2 റീല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ വരുള്ളൂ. മറുവശം നടക്കുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ അറിയുന്നില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ മുന്നേ പറഞ്ഞ റിപ്പിറ്റേഷൻ ബയസും അതുപോലെ സിനിമ കൊണ്ടുള്ള ഇൻഫ്ലുവൻസും ഡാറ്റ വെച്ചിട്ടുള്ള മാനിപ്പുലേഷനും ഒക്കെ കൂടെ ആവുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻസ് ഉണ്ടാവുന്ന ആ പ്രോസസ്സിൽ, ആ ജേർണിയിൽ നമുക്ക് പിന്നെ കൺട്രോൾ ഇല്ലാണ്ടാവുക. നമ്മൾ എന്ത് കാണണം, എന്ത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണം, എന്തിനെ വിശ്വസിക്കണം, ഇതൊന്നും ഡിസൈഡ് ചെയ്യുന്നത് നമ്മളല്ല. ഇതാണ് ഇന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് നമുക്കിവിടെ പറയാൻ പോലും പറ്റിയിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ പവർ ഉണ്ട് അതിന്. ഈ സാഹചര്യത്തിൽ നമ്മൾ പണയം വെക്കുന്നത് നമ്മുടെ തലച്ചോറ് മാത്രമല്ല, ഒരു തലമുറയെ കൂടിയാണ്. सिर्फ बीजेपी के लिए काम करने के लिए? नहीं, हम सबके लिए काम करते हैं. तो हमारा काम क्या होता है सर, हम लोग डाटा एनालिसिस करते हैं, डाटा को कलेक्ट करते हैं. डाटा के ऊपर वो लोग जैसे जैसे कैंपेनिंग करने के लिए बोलते हैं, हमारा कैंपेनिंग टीम कैंपेनिंग कर देता है और उनको रिपोर्ट दे देता है. बंगाल में 30 बंदे का एक कैंपेनिंग टीम हमारे पिछले 25-30 दिनों से उनके साथ हमारा एग्रीमेंट हुआ. हम लोग जो लोग बोलते हैं हम उसको बना के उनके पास फिर भेजते हैं, वो अप्रूव देते, फिर वो मार्केट में जाता है. कि आदमी के दिमाग में सिर्फ ये चीज़ को डालना है कि जो सिचुएशन है आज के डेट में बंगाल का, हम लोग एक बार कोशिश करके देखते हैं या बदल के देखते हैं कि क्या होता है. बीजेपी का स्ट्रैटेजी बहुत स्ट्रॉन्ग स्ट्रैटेजी था. 2 साल से ये स्ट्रैटेजी के ऊपर बीजेपी काम कर रहा है कि आदमी का सोच को बदलो. पिछले 2 साल से ये स्ट्रैटेजी, ये काम ग्राउंड लेवल पे चल रहा है. केरला में हम लोग काम किए थे, कोची में काम किए थे. हाँ.